കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട IT മേഖലകളിലൊന്നായ കഴക്കൂട്ടത്താണ് വെള്ളിയാഴ്ച പുലർച്ചെ സംഭവം നടന്നത്. പുലർച്ചെ സ്വന്തം മുറിയിൽ കിടന്നുറങ്ങിയായിരുന്ന യുവതിയെ പ്രതി അതിക്രമിച്ചു കയറി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് യുവതി ബഹളം വെച്ചതോടുകൂടി ഇയാൾ ഇവിടെ നിന്നും കടന്നു കളഞ്ഞു. തൊട്ടടുത്ത ദിവസം തന്നെ യുവതി കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് CCTVകളില്ലാത്തത് പോലീസിന് ആദ്യം പ്രതിസന്ധി ഉണ്ടായെങ്കിലും നഗരത്തിലെ അടക്കം CCTVകൾ പരിശോധിച്ച് പ്രതിയിലേക്ക് എത്താനുള്ള സൂചനകൾ തേടുകയായിരുന്നു പോലീസ്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതി ലോറി ഡ്രൈവറാണ്. നിലവിൽ കഴക്കൂട്ടം ഭാഗത്ത് ഇത്തരത്തിലൊരു സംഭവം കേട്ടുകേൾവിയില്ലാത്ത ഒന്നാണ്. കോവിഡിന് മുമ്പ് ഈ ഭാഗങ്ങളിൽ പിങ്ക് പോലീസിന്റെ കൃത്യമായ പെട്രോളിംഗ് ഉണ്ടായിരുന്നെന്നും അതിനുശേഷം ഇത്തരത്തിലുള്ളൊരു പെട്രോളിംഗ് ഇല്ലാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്നും ഇത്തരത്തിലുള്ള ടെക്കീസുകളുടെ അസോസിയേഷൻ പ്രതികരിച്ചു. ഇതുവരെയും മുൻപൊക്കെ ഇങ്ങനെ ഹരാസ്മെന്റുകൾ ഉണ്ടാകാറുണ്ട്, ഒന്നുകിൽ വഴിയിൽ വെച്ചോ അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ അങ്ങനത്തെ രീതിയിലൊക്കെയാണ്. പക്ഷേ ഹോസ്റ്റലിൽ ഉറങ്ങിക്കിടന്ന ഒരാളിനെ ആക്രമിച്ചത് പരിതാപകരമായ ഒരു സംഭവമാണ്. ഇതിൽ നമുക്ക് പറയാനുള്ളത് ഹോസ്റ്റലുകളുടെ നടത്തിപ്പ് ഒന്നുകൂടി ശ്രദ്ധിക്കണം. കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ലൈസൻസ് ഉണ്ടോ, ഈ ഹോസ്റ്റലുകൾക്കെല്ലാം ലൈസൻസ് ഉണ്ടോ, പ്രോപ്പറായിട്ട് CCTV വർക്ക് ചെയ്യുന്നുണ്ടോ, വെറുതെ ഒരു ബിൽഡിംഗ് എടുത്തിട്ട് ഇവർക്ക് ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഒരിടമായിട്ടാണ് പല സ്ഥലങ്ങളും മാറിയിട്ടുള്ളത്. അവിടെ ഒരു പ്രോപ്പറായിട്ടൊരു വാർഡനോ അല്ലെങ്കിൽ ഹോസ്റ്റലിന്റെ ഓണേഴ്സോ ആരും അവൈലബിൾ അല്ല. കുട്ടികൾ വരുന്നു പോകുന്നു, ഇവരവിടെ ഓഫീസിലെത്തിയോ അല്ലെങ്കിൽ വീക്കെൻഡിൽ വീട്ടിലെത്തിയോ എന്നൊന്നും ആരും അന്വേഷിക്കാറില്ല. അപ്പോൾ ഈ കേസിലും അങ്ങനെയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത്. ഉത്തരേന്ത്യയിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള നിരവധി പേർ ഇവിടെ IT ജോലികൾക്കായി ഇവിടെ എത്തുകയും ഇത്തരത്തിലുള്ള ഹോസ്റ്റലുകളിലും PGകളിലും താമസിക്കുന്നുമുണ്ട്. ഇത്തരത്തിലുള്ള യുവതികൾക്ക് നേരെയുണ്ടാവുന്ന ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൂടുതൽ ആശങ്ക സൃഷ്ടിക്കാനും ഈ മേഖലയ്ക്ക് തന്നെ തിരിച്ചടി ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഹോസ്റ്റലുകൾക്ക് കൃത്യമായ പെർമിഷൻ നൽകാനും അവിടെ കൃത്യമായ സെക്യൂരിറ്റിയും ഇങ്ങനെയുള്ള CCTV അടക്കമുള്ള സൌകര്യങ്ങൾ ഒരുക്കണമെന്നും പോലീസ് ഇപ്പോൾ കൃത്യമായ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ നിന്നും ഇന്ത്യയുടെ അടക്കം പല ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പേർ കഴക്കൂട്ടം പോലെയുള്ള IT ഹബ്ബിൽ ജോലി ചെയ്യാനായി ഇവിടെ ഇത്തരം PGകളിൽ താമസിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള യുവതികൾക്കടക്കം ഭീഷണി ഉയർത്തുന്ന ഒരു സംഭവമാണിത്. ഇതോടനുബന്ധിച്ച് ഈ ഇത്തരത്തിലുള്ള PGകളിൽ CCTV സൌകര്യം ഒരുക്കണമെന്നും സെക്യൂരിറ്റികളെ അടക്കം നിയമിക്കണമെന്നും പോലീസ് ഇപ്പോൾ കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിലവിൽ ഇത്തരം പിങ്ക് പോലീസിന്റെ അടക്കമുള്ള കൂടുതൽ പെട്രോളിംഗ് ഏർപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം. ക്യാമറാമാൻ സന്തോഷിനോടൊപ്പം സാരൻ സുധാകരൻ, News 18 തിരുവനന്തപുരം.